KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറിയത് ചില ധാരണകളുടെ പുറത്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ സുധാകരൻ MP. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പിലാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നേതൃമാറ്റം വേണമെന്ന് ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നു. ബെൽഗാവി സമ്മേളനത്തിന് ശേഷം 6 KPCC അധ്യക്ഷന്മാർ മാറിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു. തനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകും, സർക്കാരിന്റെ ഭാഗമാക്കും എന്നീ ഉറപ്പുകൾ ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ ഒഴിവാക്കുകയല്ല എന്നും പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് വേണുഗോപാൽ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മാറാൻ തയ്യാറാണെന്ന് താൻ സമ്മതിച്ചുവെന്നും പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, താൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നും സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും സംസാരിക്കാൻ പോയത് എന്നും മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു തന്റെ തീരുമാനമെന്നും സുധാകരൻ വ്യക്തമാക്കി. ഖാർഗെയുമായും രാഹുലുമായും നടന്ന ചർച്ചയിൽ മാറണമെന്ന് രണ്ടുപേരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലെ നേതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ആരോഗ്യാവസ്ഥ എന്തെന്ന് ചോദിക്കട്ടെ എന്നൊക്കെയായിരുന്നു അവർ തന്നോട് പറഞ്ഞിരുന്നത്. അല്ലാതെ തന്നെ മാറ്റുന്നത് സംബന്ധിച്ച് നേതാക്കൾ തനിക്ക് ഒരു സൂചന പോലും തന്നിരുന്നില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയനെതിരായ അന്തിമ പോരാട്ടമായാണ് താൻ അതിനെ കണ്ടിരുന്നത് എന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് താൻ കരുതിയിരുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കണ്ണൂരിലെ CPM-നെതിരായ തന്റെ പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധിയാണ് ഖാർഗെയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത്. 11 തവണ തന്റെ കാർ ആക്രമിക്കപ്പെട്ടതും 3 തവണ ബോംബേറിൽ നിന്ന് രക്ഷപ്പെട്ടതും താൻ പറഞ്ഞപ്പോൾ ഖാർഗെയ്ക്ക് അത്ര വേഗം മനസ്സിലായിട്ടില്ല. താനൊരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഹൈക്കമാൻഡ് നിർദ്ദേശം എന്തായാലും അനുസരിക്കും, ഒരു സ്ഥാനവും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻനിരയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും തന്റെ പ്രവർത്തനമെന്നും പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ദൗത്യമാണ് എന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം KC വേണുഗോപാലും താനും തമ്മിൽ സഹോദരി തുല്യമായ ബന്ധമാണ് ഉള്ളതെന്നും എല്ലാ കാലത്തും വേണുഗോപാൽ തന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.